അരിവാളുണ്ട് പിൻവലിച്ച്, താമരണ്ട് പിൻവലിച്ച്, എല്ലാം പിൻവലിച്ച് 2 ആള് ഇലക്ട്രോണിക് യന്ത്രത്തുമ്പോ ബാക്കിയായി. കോണിയിൽ ഷാജിദ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയും എതിരായിട്ട് ബക്കറ്റ് ചിഹ്നത്തിൽ BJP-കാരന്റെ ഭാര്യയും. എന്താ ഉണ്ടായത് അറിയോ? എല്ലാരും വോട്ട് കുത്തി. ബക്കറ്റാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, എല്ലാ ചപ്പും ചാവാറും കൊണ്ടിടാനല്ലോ അതിൽ ബക്കറ്റില്. ആലോചിക്കണങ്ങള്, ബക്കറ്റ് ചിഹ്നത്തിൽ പക്ക BJP-കാരി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം N ശംസുദ്ദീന്റെ മണ്ഡലത്തിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ കല്ലാങ്കുഴി വാർഡിൽ ആലോചിക്കണം, എല്ലാരും കൂടി BJP-യുടെ പക്ക പ്രവർത്തകനായ മുത്തലക്കായ BJP-കാരന്റെ ഭാര്യക്ക് എല്ലാരും കൂടി കുത്തി വോട്ട്. 11 ആള് ഗൾഫിൽ നിന്ന് വരാണ്ടായിരുന്നു. 300-400 വോട്ടിന് ജയിക്കുന്ന സ്ഥലമാണെങ്കിൽ ആ 11 ആളെ നമ്മൾ വിളിച്ചു വരുത്തി. തലേ ദിവസം അസർക്ക് അവർ വന്നു, വോട്ട് ചെയ്തു. പിറ്റേ ദിവസം വേറിന് ശേഷം അവർ പോയി. വോട്ടെണ്ണിയപ്പോ പടച്ചവന്റെ തൗഫീക്കിനാൽ 62 വോട്ടിന് പാണക്കാട്ട തങ്ങളുടെ കോണി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥി ജയിച്ചു വരിക. ആലോചിക്കൂ, BJP-യെ നിർത്തിയിട്ട് ലീഗിൽ ഒന്നാണ്ട് ഇല്ലാതാക്കി അവരെ ജയിപ്പിക്കുക. അതിൽ ആരൊക്കെ ഉണ്ട്? SDPI, സോളിഡാരിറ്റി, വെൽഫെയർ പാർട്ടി, എല്ലാ ടീമുണ്ട്. ഓലൊക്കെ തന്നെ ഇത് ജമാഅത്ത് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. പക്ഷെ വെൽഫെയർ എന്ന് പേരിട്ടിട്ട് പുതിയ കുപ്പായിട്ടിട്ട് ഇറങ്ങാണ്. ആളെ തിരിയരുത്. ആ വെൽഫെയർ തന്നെ ഈ ജമാഅത്ത്, ആ ജമാഅത്ത് തന്നെ ഈ വെൽഫെയർ. മാർക്സിസ്റ്റ് പാർട്ടി സ്വതന്ത്രൻ, ആ സ്വതന്ത്രൻ തന്നെ ഈ മാർക്സിസ്റ്റ്, ആ മാർക്സിസ്റ്റ് തന്നെ ഈ സ്വതന്ത്രൻ. SDPI അവരെന്നെ ഇത്, ഇവരെന്നെ അതും. മുമ്പ് സ്കൂൾ വിട്ടു വന്ന കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ സുരേഷ് എന്നെ വല്ലാതെ ദ്രോഹിക്കാണ് കേട്ടോ. ഉടനെ അമ്മ പറഞ്ഞു, എന്റെ കുട്ടി എന്നും സ്കൂൾ ഇട്ട് വന്നാൽ ഈ സുരേഷിന്റെ കഥ പറയാനേ നേരമുള്ളൂ. എന്റെ കുട്ടിക്ക് എന്റെ മാഷോടൊന്ന് പറഞ്ഞുകൂടത്. ഉടനെ ചെക്കൻ പറഞ്ഞു, അമ്മ ആ മാഷ് തന്നെയാണ് ഈ സുരേഷ്, അവരെന്നെ ഇത്, ഇവരെന്നെ അതും. ഒന്നിച്ച് മത്സരിക്കുകയാണ്. താനൂരിലെ 10 BJP-കാർ ജയിക്കാനുള്ള കാരണം CPM പഠിക്കണം. എന്ത് നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോയത്? നോക്കൂ, നിങ്ങൾ ഈ പറപ്പൂർ പഞ്ചായത്തിൽ വേങ്ങര മണ്ഡലത്തിൽ SDPI-ക്ക് ഒരു മെമ്പർ, വെൽഫെയർ പാർട്ടിക്ക് ഒരു മെമ്പർ, PDP-ക്ക് ഒരു മെമ്പർ. ഒരു മാർക്സിസ്റ്റുകാരാ. ആരെ വോട്ടാ? പഠിക്ക്, ആരെ വോട്ടാണ്? ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. എന്ത് മറതിയാവര് തമ്മിൽ എന്നറിയോ? ഇപ്പൊ മോഡിനൊന്നും ഓർമ്മയില്ല. ലീഗാണ് സ്ഥാനാർത്ഥിയെങ്കിലും മോഡി തന്നെ ഒരു വിഷയമല്ല. മോഡി കണ്ടില്ലേ വന്ന് 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 എവിടെ എത്തിയെന്നറിയോ? മോഡി വന്ന് 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 ആൾക്കാരെന്താ തിന്നേണ്ടതെന്ന് തീരുമാനിക്കൽ തുടങ്ങിയിരിക്കണം. ആൾക്കാരെന്താ എന്താ തിന്നേണ്ടതെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊല്ലാണ്. എന്തിനാ കൊല്ലുന്നത്? മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫ്രിഡ്ജിൽ വീട്ടിൽ പശുവിന്റെ മാംസം സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ്. തല്ലിക്കൊല്ലുമ്പോ മോള് പറഞ്ഞു, നിങ്ങളൊന്ന് പരിശോധിക്കും, അത് പശുവിന്റെതല്ല എന്നൊന്ന് ബോധ്യപ്പെടുത്തി. ഏതായാലും ബാപ്പ മരിച്ചുപോയി. പരിശോധനയിൽ പശുവിന്റെതല്ലാന്നെങ്ങാനും തിരിച്ചറിഞ്ഞാൽ എന്റെ ബാപ്പാക്ക് റൂഹിട്ടിട്ട് ബാപ്പാന്റെ ജീവങ്ങൾ തിരിച്ചു തരുമോ? കൽബ് തട്ടിയൊരു ചോദ്യമാണ്. 7-ാമത്തെ ദിവസം മധുരയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ഫോറൻസിക് വകുപ്പ് പരിശോധിച്ചു. അത് ആട്ടിറച്ചിയാന്ന് ബോധ്യപ്പെട്ടു, പശുവിന്റെ അല്ല. ആ മനുഷ്യൻ മരിച്ചുപോയി. കേരള ഹൗസിലും കുഴപ്പമുണ്ടാക്കി. അവിടെ പശുവിന്റെ മാംസം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്ലേറ്റൊക്കെ തല്ലി ഉടച്ചാകെ പ്രശ്നമാക്കി പോലീസ് വന്ന് പരിശോധന. ആ ഇറച്ചിയും പരിശോധിച്ചപ്പോഴും അതും പശുവിന്റെ ഇറച്ചിയല്ല. ഞാൻ പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കിപ്പോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, മോഡിക്കിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യയുടെ മതേതരത്വം എന്താ, ജനാധിപത്യം എന്താ, സോഷ്യലിസം എന്താന്നല്ല, ആടേതാ, പോത്തേതാ, പശു ഏതാണ് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതാണ് വ്യത്യാസം. ആ മോഡി വരുന്നത് പോലെയല്ല അഹമ്മദ് മന്ത്രിയായാൽ. കണ്ടില്ലേ നിങ്ങൾ, ഇവർക്കൊക്കെ എതിർപ്പാരോടാ?
കുഞ്ഞാലിക്കുട്ടിയോട്, അഹമ്മദിനോട്, പാണക്കാട്ടെ തങ്ങളോട് അവിടെ വന്ന് ജാഥ നടത്തും. ബി.ജെ.പി. മുഖ്യ ശത്രുവാണ്, അവരെ എതിർക്കണമെന്ന് പറഞ്ഞാണ് ഇവർ ഈ കണ്ട റൂട്ട് മാർച്ചും ഈ ഫ്രീഡം പരേഡും എല്ലാം നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ ഇതാ ഞമ്മക്കൊക്കെ നേരത്തെ അറിയാം ഇവരൊക്കെ അവസാനം ഒരേ തൂവൽ പക്ഷികളാകും. എന്നിട്ട് ഇവിടെയാ നിൽക്കുന്നത്. രാജഗോപാൽ മത്സരിക്കുന്നിടത്ത് പോകാൻ നേരണ്ടോ? പോകാൻ പറ്റൂല, ഒടുക്കത്തെ പോക്കാവും. കണ്ണൂർ